ചെറിയച്ചാ, വരുണിനെ കുറിച്ചൊന്നും പറയണ്ട. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ വിളിച്ചു പറ. ആദ്യം നിന്റെ അച്ഛനെ വിളിച്ചു നിർത്തി പറ, കാണട്ടെ ഞാൻ. കേറി വാടാ. കേറി വാ. ഇനി ഇവിടെ തല്ലിയിറക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇനി ഇത് നിന്റെ വീടാ. നിന്റെ അച്ഛൻ തിരിച്ചു പിടിച്ച കണിമംഗലം. കേറി വാ. ഇവനെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇവനെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ? ഇന്ന് രാവിലെ ബാങ്കുകാർ വന്ന് എല്ലാവരെയും ഇവിടുന്ന് പുറത്താക്കിയതാ. തിരിച്ചകത്ത് കയറ്റിയത് ഈ ചന്ദ്രശേഖരനാ. പുറത്തായവർക്കെല്ലാം അകത്ത് കയറാങ്കി എന്റെ മകനെന്തിനാ പുറത്ത് വെക്കുന്നത്? മോനെ, എന്റെ മോനെ, ഈശോ, എത്ര കാലം ഇട ഒന്ന് അടുത്ത് കണ്ടിട്ട്. അതിനെന്താ ഉർവശി, ഇനി മുതൽ ഇവൻ സ്ഥിരം ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് പറ്റില്ല ചെറിയച്ചാ. ഗൗതം പുറത്തു പോകാനുള്ള തീരുമാനം അച്ഛനെടുത്തതാണ്. അച്ഛൻ അനുവദിക്കാതെ ഇവനോട് നിർത്താൻ പറ്റില്ല. അതിന് നിന്നോടിപ്പോ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ചന്ദ്രേട്ടൻ തിരിച്ചെടുത്ത വീട്ടില് ചന്ദ്രേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ചെറിയമ്മേ, ഞാൻ സൂര്യ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഇതെന്താ രാജവാഴ്ച? ആരും എതിര് പറയാൻ പാടില്ല എന്നൊക്കെ. സൂര്യ, വെറുതെ ചെറിയച്ഛനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ചെറിയച്ഛന്റെ കാരുണ്യം കൊണ്ടാ എല്ലാരും ഇവിടെ ഇപ്പൊ കഴിയുന്നത്. കൽപ്പനെ, നീ ഇതൊക്കെ കണ്ട് ഉള്ളിൽ സന്തോഷിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ എല്ലാവർക്കും പറ്റണ്ടേ? ചന്ദ്രശേഖര, നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. കണിമംഗലം നീ തിരിച്ചു പിടിച്ചു. ആ അവസ്ഥയിൽ മറ്റാരെ കൊണ്ട് അതിന് സാധിക്കില്ലായിരുന്നു. എന്നാലും ഒറ്റയടിക്ക് ഈ കുടുംബത്തിന്റെ രീതികൾ മാറ്റിമറിക്കാമെന്ന് നീ കരുതണ്ട. ഗൗതം ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. മോനോട് ചോദിച്ചില്ലേ നീ? നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ നന്നായിട്ടറിയാം. അല്ല, ഈ കുടുംബത്തിന്റെ മൊത്തം വീഴ്ചയ്ക്ക് കാരണക്കാരൻ വരുണായിരുന്നു. വരുണിന് എന്ത് ശിക്ഷയാ അച്ഛനമ്മമാര് കൊടുത്തത്? അല്ല, അമ്മ എന്ത് ശിക്ഷയാ കൊടുത്തത്? മര്യാദയ്ക്ക് നടന്നിരുന്ന കണിമംഗലം ഗ്രൂപ്പ് ആർക്കും കയറി മേയാവുന്ന സ്ഥാപനമാക്കി മാറ്റിയിട്ട്. ചെറിയച്ചാ, വരുണിനെ കുറിച്ചൊന്നും പറയണ്ട. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ വിളിച്ചു പറ. ആദ്യം നിന്റെ അച്ഛനെ വിളിച്ചു നിർത്തി പറ, കാണട്ടെ ഞാൻ. ഇവിടെ ആർക്കും ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും എന്റെ മകൻ എന്റെ കൂടെ തന്നെ കാണും. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ചന്ദ്രശേഖര, വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുമ്പോ ദൈവദൂതനെ പോലെ നീ വന്നുവെന്നാ പരമേശ്വരൻ പറഞ്ഞത്. പക്ഷേ ചെകുത്താന്റെ ദൂതനായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു.
പത്മിനി നീ പോരെ. അവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഉടമകൾ അവരല്ലേ, അടിമകള് നമ്മളും. ഏട്ടത്തി നിൽക്ക്. ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വീടിനകത്ത് ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയാം. ചന്ദ്രശേഖരനെ എതിർക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. പോരെ? നിനക്കെന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ചെറിയച്ച, കാലം കണക്ക് ചോദിക്കുന്നൊരു ദിവസം ഇതിനപ്പുറത്തുണ്ട്. അത് നിങ്ങൾ മറക്കാതിരുന്നാ മതി. എന്താണ് നിന്റെ ഭർത്താവിന്? ചന്ദ്രേട്ടനെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. അതാ നിനക്കും അവനും നല്ലത്. ഹോ, എന്റെ ദൈവമേ, എനിക്ക് സമാധാനമായി. ചന്ദ്രേട്ടന്റെ മോനും ഇനി എന്റെ അടുത്തുണ്ടല്ലോ. എത്ര കാലം ഒരാൾ ജയിലില്, ഒരാൾ തെരുവില്. ഞാനിവിടെ അടിമയായിട്ട്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയല്ലോ. ഉർവശി, ഏട്ടത്തിയോട് നീ എങ്ങനെയാ പെരുമാറുന്നത്? ഒന്നും പറയണ്ട ചെറിയച്ച. ചെറിയമ്മ അമ്മയെ ഭരിക്കാൻ തുടങ്ങി. ഒരു കണക്ക് പറച്ചിലൊക്കെ വേണമല്ലോ. അമ്മയുടെ കാര്യത്തിലാ പ്രത്യേകം ശ്രദ്ധ വേണ്ടത്. എന്ത് പറഞ്ഞാലും എതിർപ്പ് പറയും. കാലം എത്ര കഴിഞ്ഞാലും അമ്മയുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല ചന്ദ്രേട്ടാ. അമ്മയാണെന്നുള്ള സ്ഥാനമൊന്നും നോക്കണ്ട. ഏട്ടത്തിയോട് പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പെരുമാറിയാ മതി. പതുക്കെ പതുക്കെ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഓ, ചന്ദ്രേട്ടന്റെ തീരുമാനം അപ്പൊ അതാണോ? എങ്കിൽ പിന്നെ ഞാൻ ഏറ്റു. എന്റെ ഈശ്വര, കണ്ടല്ലോ, സമാധാനമായി. ഞാൻ അന്വേഷിച്ച് കുറേ അലഞ്ഞു. പിന്നെ വഴിയിൽ വെച്ച് കണ്ടു. വാ മക്കളെ,